ആഘോഷമായിട്ടൊരു എടപ്പള്ളി കോഴിപ്പെരുന്നാൾ കൂടി വന്നാലോ ഒരു ഗ്രൗണ്ട് നിറയെ ആൾക്കാർ പല പല വാർപ്പുകളിലായിട്ട് എല്ലാരും ഉണ്ടാക്കണത് കോഴിക്കറി. അന്നാ ഇതൊരു മത്സരമൊന്നുമല്ല കേട്ടോ. ചിലര് കോഴീനെ അങ്ങനെ തന്നെ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുമ്പോ ചിലര് പപ്പ് പറിച്ച കോഴീനെ അടുപ്പിലങ്ങ് കരിച്ചെടുക്കുന്നുണ്ട്. അപ്പുറത്ത് കോഴിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്തുണ്ട് റെഡി ആയിക്കണ കോഴിക്കറിയും കൂട്ടി ഓരോരുത്തരും എൻജോയ് ചെയ്തിരുന്ന് കഴിക്കണ്ട. ഹെവി വൈബുള്ള പരിപാടി. വൈബിനേക്കാളൊക്കെ ഉപരി ഇത് നേർച്ചയാണ്. പണ്ട് മുതലേ വീടുകളിൽ പാമ്പിന്റെ ശല്യം അതൊക്കെ ഉള്ളവരൊക്കെയാണ് എടപ്പള്ളി പള്ളിയിൽ ഇങ്ങനെ വന്ന് നേർന്ന് കോഴിക്കറിയൊക്കെ വെച്ച് പോണേ. അപ്പൊ നമുക്കവിടെ പോയാലോ? കറി വെക്കാനുള്ള നാടൻ കോഴിയും വാർപ്പും സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ഐഷറിൽ കയറ്റി നമ്മൾ പാട്ടൊക്കെ പാടി അങ്ങോട്ട് എടപ്പള്ളിക്ക് ഇറങ്ങി. ഒരുവിധം ബ്ലോക്കിലൊക്കെ കുറച്ച് നേരം കിടന്ന് നമ്മൾ അങ്ങനെ അങ്ങോട്ട് എടപ്പള്ളി പള്ളി എത്തിയിട്ടാ. പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു വഴി പോകണ്ട വഴിക്കടെ പോയി കഴിയുമ്പോൾ ഗ്രൗണ്ടാണ് കോഴി നേർച്ചയ്ക്കൊക്കെ വേണ്ടി സെറ്റ് ചെയ്തേക്കണേ. എന്റെ മോനെ വൈബ് സ്ഥലം. ചെന്നിറങ്ങിയപ്പോ തന്നെ ഒരു ടീം സാധനങ്ങളൊക്കെ ഇറക്കാനൊക്കെ ആയിട്ട് കൂടി കഴിഞ്ഞപ്പോൾ ഞാനും ചെറിഞ്ഞാണ്ടും കൂടി പുണ്യാളന്റെ അടുത്ത് നേർച്ചയിടാനായിട്ട് പള്ളിയിലേക്ക് പോയി. കാരണം ഈ കോഴിയുടെ ഒക്കെ എണ്ണം നോക്കി നേർച്ചയിട്ടിട്ട് വേണം കേട്ടോ കോഴീനെ കൊല്ലാൻ ബാക്കി പരിപാടികളൊക്കെ നോക്കാനായിട്ട്. പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ പുണ്യാളന്റെ അടുത്ത് നേർച്ച ഇട്ടിട്ട് നമ്മൾ പാല് പിഴിഞ്ഞിട്ട് അത് അരിച്ചെടുക്കാനായിട്ടുള്ള അരിപ്പ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും മേടിച്ചും കൊണ്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടാ. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം സ്ഥലമുള്ള ഒരു അടുപ്പൊക്കെ നോക്കി നമ്മൾ സ്ഥലം പിടിച്ചെടുത്തു. അപ്പൊ തന്നെ ഒരു ടീം കോഴീനെ കൊല്ലാൻ പോയി. കോഴീനെ കൊന്നു കൊണ്ടിട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കണം. കാരണം നാടൻ കോഴി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പപ്പ് പറിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ. മൊത്തം ഒരു 5 കോഴി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാരും കൂടി ഉഷാറായിട്ട് പപ്പൊക്കെ പറിച്ച് ഈ ചെറിയ പപ്പുകളൊക്കെ നമുക്കൊന്ന് കരിച്ചു കളയണം. അപ്പൊ വിറകടുപ്പിലേക്ക് ഓല വെച്ചുകൊണ്ട് നല്ല ആളി കത്തിച്ച് കോഴിയുടെ പപ്പുകളൊക്കെ ഒന്ന് കരിച്ചെടുത്തിട്ടോ. ഈ വിറകടുപ്പും ഓലയും എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ കൊണ്ടുവരണം കേട്ടോ. അത് കഴിഞ്ഞ് കരിച്ചെടുത്ത കോഴീനെ കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം. അത് കഴിഞ്ഞിട്ട് പൈപ്പിൽ കൊണ്ടുപോയിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ദേ വരുന്നവരൊക്കെ നിരന്ന് നിന്ന് കഴുകണണ്ട. ഇനി ഇവിടുന്ന് പരിപാടികളൊക്കെ അങ്ങോട്ട് വീതിച്ചു കൊടുക്കാം കേട്ടോ. നിക്കോളാസും ഞാനും അതിലും പ്രവീണും കൂടി സവാളയും ഉരുളക്കിഴങ്ങും ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കി. അഖിലേഷനും ദിബുച്ചേട്ടനും ധനേശേട്ടനും എല്ലാവരും കൂടി തേങ്ങ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓതല്ലോ അവന്റെ അളിയനും കൂടി കോഴി വേഗം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെള്ളത്തിൽ ഒരു വിധം കഴുകി സെറ്റാക്കി വെച്ചു കേട്ടോ. നമ്മുടെ കോഴിക്കറി അടുപ്പത്ത് കയറുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് പേര് ഒന്ന് കോഴിക്കറി കഴിക്കണുണ്ടോ. അതിന്റെ ക്രെഡിറ്റ് ദിബുച്ചേട്ടനും ധനേശേട്ടനും കേട്ടോ. നേരത്തെ എവിടെന്നോ കോഴിക്കറി വെച്ച ടീമുകളുടെ അടുത്തുനിന്ന് ഒരു പ്ലേറ്റ് കോഴിക്കറി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവീൺ സാർ ആ കാര്യത്തിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിരുന്നു കേട്ടോ. ഇനി ജെറിഞ്ഞേന്റെ ടാസ്ക് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയും ചൊറുക്കൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് അതിനകത്തേക്ക് മസാലപ്പൊടികളും ചേർത്ത് കട്ട് ചെയ്ത് കഴുകി വെച്ചാണ് ആ ചിക്കൻ പീസുകളും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ 3-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചും കൊണ്ട് ഇനി വിറകടുപ്പിലേക്ക് അങ്ങോട്ട് കയറ്റാട്ടോ. അവിടെ അങ്ങോട്ട് ഇരുന്ന് കുറച്ച് നേരം സാധനം അങ്ങോട്ട് സെറ്റ് ആവണം. ഈ സമയത്ത് ചുറ്റും അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കറി ഉണ്ടാക്കാൻ തുടങ്ങണവരെ കാണാം, കറി വേവാനായിട്ട് കാത്തിരിക്കണവരെ കാണാം, ഇനി വിളമ്പി കഴിച്ച് അങ്ങനെ ഇരിക്കണ എല്ലാവരെയും കാണാട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പകുതി വേവായി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇട്ട് അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ക്ഷമയുള്ള പരിപാടിയാണ്. പിന്നെ എല്ലാരും കൂടി ഇതൊക്കെ ചെയ്യുമില്ലേ, അതൊരു രസാട്ടോ. ഒരുവിധം വേവായി കഴിഞ്ഞാൽ 1-ാം പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ആദ്യത്തെ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്ന് അങ്ങോട്ട് ഇറക്കാം. ഒരു ചെറിയ വാർപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പിലയും ഒറ്റമുളകും ചെറിയുള്ളിയും കുറച്ച് കാശ്മീരി ഒക്കെ ഇട്ട് ഒന്ന് കാച്ചിച്ച് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടില്ല സംഭവം സെറ്റ് ആയിട്ടോ. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്തേക്ക് 2 ബ്രെഡും കുറച്ച് സാലഡും പിന്നെ നമ്മുടെ നാടൻ കോഴിക്കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓഫ്, പോളി സാധനം. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഷെഫായിട്ടുള്ള കപ്പൽ വിഷ്ണു കഴിച്ചു നോക്കിയിട്ട് സംഭവം സെറ്റാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എല്ലാരും പറഞ്ഞു അടിപൊളിയാന്ന്. അവസാനം കുറച്ച് ബ്രെഡ് ആ വാർപ്പിലേക്ക് പൊടിച്ചിട്ട് ലാസ്റ്റ് വാർപ്പും അങ്ങോട്ട് വടിച്ചെടുത്തു. അടിപൊളി. അങ്ങനെ വാർപ്പും സാധനങ്ങളൊക്കെ കഴുകി വണ്ടി കയറ്റി ബൈക്കിന് വന്ന നിക്കോളാസിന്റെ വണ്ടിയും പൊക്കി നമ്മുടെ കൂടെ വണ്ടിയിൽ അങ്ങോട്ട് കയറ്റി പാട്ടൊക്കെ പാടി നമ്മളിങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പൊ എടപ്പള്ളി പെരുന്നാൾ കൂടിയേക്കണവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. ഇന്നേ വരെ എടപ്പള്ളിയിൽ ഇങ്ങനെ കോഴിക്കറി വെക്കാനോ ഒന്നിനും പോയിട്ടില്ലെങ്കിൽ അടുത്ത തവണ എന്തായാലും പോകണം കേട്ടോ. കാരണം ഈ പഴമയൊക്കെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോയാലേ ഇങ്ങനെ ഒരു രസമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത എടപ്പള്ളി പെരുന്നാളിന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്കമാലി ഫുഡ് ഡയറീസ്